ഹായ്. പണം ഒരു വിഷയമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മണി മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. പ്രധാനമായും 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം സേവിങ്സ്. നമ്മുടെ സാലറി കിട്ടുമ്പോൾ തന്നെ നമ്മുടെ സാലറിയുടെ ഒരു 50%, ഒരു 50% സേവിങ്സിലേക്ക് മാറ്റി വയ്ക്കുക. ബുദ്ധിമുട്ടാണോ? എങ്കിലൊരു 30% എങ്കിലും സേവിങ്സിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി അതും ബുദ്ധിമുട്ടാണോ? എത്ര ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, ഒരു നിശ്ചിത തുക നിർബന്ധമായിട്ടും എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സേവ് ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ നിലവിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ 50% സേവിങ്സിനെ 25-25 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 25% ഞാൻ RDയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് ഇപ്പം നമുക്ക് എല്ലാ ബാങ്കുകൾക്കും ആപ്പുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ RD ആയിക്കോട്ടെ, FD ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഇത്ര കാലയളവിലേക്ക്, 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ എത്രയാണ് നിങ്ങൾക്ക് പറ്റുന്നത് അത്രയും കാലയളവിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് RD ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആൻഡ് ബാക്കി ഒരു 25% ഞാൻ ചെയ്യുന്നത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് വഴിയാണ് ഞാൻ എൻ്റെ 50% സേവ് ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സേവിങ്സ് ഒരിക്കലും നമ്മുടെ ചിലവുകളെല്ലാം കഴിഞ്ഞ് അവസാനത്തേക്ക് മാറ്റി വെക്കരുത്. ഫസ്റ്റ് പ്രയോറിറ്റി തീർച്ചയായിട്ടും സേവിങ്സിനായിരിക്കണം. സേവിങ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കണം നമ്മുടെ ചിലവിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സാലറി കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ആ ഒരു സാലറി നമ്മൾ യൂസ് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇത്ര കാര്യങ്ങളാണ്, ഇത്ര കാര്യങ്ങൾക്ക് ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും ക്രമീകരിച്ച് വെക്കുക. അനാവശ്യങ്ങൾ തൽക്കാലം മാറി നിൽക്കട്ടെ. ഈ ബഡ്ജറ്റ് നമ്മൾ പ്ലാൻ ചെയ്തതിന് ശേഷം എക്സ്ട്രാ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനാവശ്യങ്ങൾക്ക് കൂടെ ചിലവഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.